ഹായ് ഗായ്സ്, ഇന്ന് 11/7/2024. അപ്പോൾ കേന്ദ്ര സർവീസിൽ കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. SSC CGL വിജ്ഞാപനം. കേന്ദ്ര സർവീസിൽ ബിരുദക്കാർക്ക് 17,727 അവസരങ്ങൾ. കേന്ദ്ര സർവീസിലെ വിവിധ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് ജൂലൈ 24 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ബിരുദധാരികൾക്കാണ് അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഓഫീസുകളിലുമാണ് നിയമനം. 17,727 ഒഴിവ് പ്രതീക്ഷിക്കുന്നു. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം. ഒന്നാം ഘട്ട പരീക്ഷ ടയർ 1 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും രണ്ടാം ഘട്ടം ടയർ 2 ഡിസംബറിലും നടത്തും. യോഗ്യത ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാന വിഷയങ്ങളിലൊന്നായി പഠിച്ച ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് 60% മാർക്കോടെ നേടിയ ശേഷം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ച ഏതെങ്കിലും ബിരുദം. ബിരുദ പഠനത്തിന്റെ 3 വർഷവും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗീകൃത ബിരുദം. 1 വർഷ റിസർച്ച് പരിചയം. നിയമം. ഹ്യൂമൻ റൈറ്റ്സ് ബിരുദം അഭിലഷണീയം. മറ്റു തസ്തികകളിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം തത്തുല്യം. അപേക്ഷ ഫീസ് വരുന്നത് 100 രൂപയാണ്. അത് ഓൺലൈനായി അടക്കണം. നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ഫീസ് അടയ്ക്കാം. നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. വനിതകൾക്കും പട്ടിക വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. കേരള, കർണാടക റീജിയനിലെ KKR പരീക്ഷാ കേന്ദ്രങ്ങളും കോഡുകളും. ഫസ്റ്റ് വരുന്ന എറണാകുളമാണ്. എറണാകുളം 9213 ആണ് കോഡ്. കൊല്ലം 9210, കോട്ടയം 9205, കോഴിക്കോട് 9206, തൃശൂർ 9212, തിരുവനന്തപുരം 9211. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അഥവാ മിനി സിവിൽ സർവീസ്. കേന്ദ്ര നിയമനങ്ങൾക്കായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC സംഘടിപ്പിക്കുന്ന പരീക്ഷകളിൽ മിനി സിവിൽ സർവീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അഥവാ CGL. ബിരുദം അടിസ്ഥാന യോഗ്യതയായ ഈ മത്സര പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നവരെ കേന്ദ്ര സർവീസിലെ സുപ്രധാന വകുപ്പുകളിലെ തസ്തികകളിലാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, റെയിൽവേ, വിദേശകാര്യ മന്ത്രാലയം, ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്, കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലാണ് CGL വഴി നിയമനം. പരീക്ഷ 2 ഘട്ടമായാണ്. നേരത്തെ 4 ഘട്ടങ്ങൾ നീളുന്ന, അതായത് 4 ടയർ നീളുന്ന ദൈർഘ്യമേറിയ കടമ്പയായിരുന്നു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. എന്നാൽ ഇപ്പോൾ അത് 2 ഘട്ടം പരീക്ഷയായി. ടയർ 1, ടയർ 2. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിച്ചു. ടയർ 1 പരീക്ഷയിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് 25 വീതം ചോദ്യങ്ങളുണ്ടാകും. ആകെ 200 മാർക്ക്. ഒബ്ജക്റ്റീവ് മാതൃകയിലാണ് പരീക്ഷ. നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.50 മാർക്ക്. 1 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. അംഗപരിമിതർക്ക് 80 മിനിറ്റ് വരെ സമയം അനുവദിക്കും. 1ാം ഘട്ട പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ടയർ 2 പരീക്ഷ നടത്തും. ടയർ 2 പരീക്ഷയിലെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളായാണ് ടയർ 2 പരീക്ഷ. പേപ്പർ 1 എല്ലാ തസ്തികകളിലെയും അപേക്ഷകർക്ക് ബാധകമാണ്. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രം. തസ്തികകളുടെ വിശദാംശങ്ങൾ, ശാരീരിക യോഗ്യത, പരീക്ഷകളുടെ സിലബസ് തുടങ്ങിയവ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അപ്പം ഞാൻ വെബ്സൈറ്റ് താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 24 അതിനുള്ളിൽ തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി പിന്നീട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.